വിചിത്രമായ വാർത്ത വരുന്നുണ്ട്. MDMA പിടികൂടിയ കേസിൽ ആരോപണ വിധേയനായ SHOയെ ഡിറ്റക്ടിംഗ് ഓഫീസറാക്കി പോലീസിന്റെ വിചിത്രമായ നടപടി. ഇന്നലെ കരിപ്പൂരിൽ 40 ഗ്രാം MDMA പിടിച്ചത് കരിപ്പൂർ SHO അബ്ബാസ് അലി അടുത്തുവരെ താമസിച്ച വീട്ടിൽ നിന്നായിരുന്നു. വീട്ടുടമയായ മുഹമ്മദ് കബീറിന് SHOയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് SSB ഇന്റലിജൻസ് ADGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഗോകുൽ K വേണുഗോപാൽ മലപ്പുറത്തും ചെയ്തു. ഗോകുൽ, എന്തായാലും അടിമുടി പ്രശ്നമാണ്. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്, ആരെ രക്ഷിക്കാനാണ്, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം? തീർച്ചയായും സുഹൈൽ, ഇന്നലെയാണ് നാർക്കോട്ടിക് ഡിവൈഎസ്പി മലപ്പുറം നാർക്കോട്ടിക് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം, ഡാൻസ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള സംഘം ചേർന്ന് ഇത്തരത്തിൽ പരിശോധന നടത്തുകയും 5 പേർക്കെതിരെ കേസെടുക്കുകയും അതിൽ 4 പേരെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. കരിപ്പൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് കബീർ, വേങ്ങര സ്വദേശിയായിട്ടുള്ള അർഷാദ് അലി, നിസാർ റഹ്മാൻ, സാദത്ത് എന്നിങ്ങനെയുള്ള 4 പേരെ പിടികൂടിയിരുന്നു. അതീ പറയുന്ന മുഹമ്മദ് കബീർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിൽ നടത്തിയ പരിശോധനയിലാണ് 40 ഗ്രാം MDMA പിടികൂടിയ ഒരു സംഭവം ഉണ്ടായത്. ഇതേ മുഹമ്മദ് കബീറിന്റെ വീടിനോട് ചേർന്നുള്ള മറ്റൊരു ക്വാർട്ടേഴ്സിലാണ് കരിപ്പൂർ SHO ഏറെ നാളായി താമസിക്കുന്നുണ്ടായിരുന്നത്. ഈ മുഹമ്മദ് കബീറിന് ഇത്തരത്തിൽ ലഹരി ഇടപാടുമായി ബന്ധമുണ്ട് എന്നും അതിനാൽ SHO എന്നുള്ള നിലയിൽ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നും കരിപ്പൂർ SHOയ്ക്ക് നിർദ്ദേശം നൽകുകയും ഇതേ റിപ്പോർട്ട് ഇന്റലിജൻസ് ADGPക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഏറെ നാൾ അവിടെ താമസിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ വ്യക്തിയെയാണ് വീണ്ടും ഈ ഡിറ്റക്ടിംഗ് ഓഫീസറായിട്ട് ഇന്നലെ 40 ഗ്രാം MDMA പിടികൂടിയ സംഭവത്തിലെ ഡിറ്റക്ടിംഗ് ഓഫീസറായി നിയമിച്ചത് എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള നടപടി. നമ്മൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഈ സംഭവം ലൊക്കേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പിടിച്ച പ്രദേശത്തിന്റെ SHO എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പറയുന്ന കരിപ്പൂർ SHOയ്ക്ക് ഈ അബ്ബാസ് അലിയുമായി നേരത്തെ തന്നെ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അവിടെ നിന്ന് ഉയർന്നു വരുന്നു. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമയത്ത് പറഞ്ഞിരുന്നു. ഇന്നലെ പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിരുന്നു. ഇങ്ങനെയാണ് ഈ സാഹചര്യം നിലനിൽക്കുകയാണ് ആരോപണ വിധേയനായിട്ടുള്ള SHOയെ തന്നെ ഡിറ്റക്ടിംഗ് ഓഫീസറായി, അതായത് വലിയ ലഹരി കടത്ത് കേസിലെ പ്രതികളായിട്ടുള്ള ആളുകളാണ്. ഇതിൽ പിടിയിലായിട്ടുള്ള ചില ആളുകളെങ്കിലും നേരത്തെയും ഇത്തരത്തിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസിലോ അല്ലെങ്കിൽ ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിലോ പ്രതികളായിട്ടുള്ള ആളുകളാണ്. ഇവർ പ്രതികളായിട്ടുള്ള കേസിലെ ഡിറ്റക്ടിംഗ് ഓഫീസറായിട്ടാണ് ഇവരുമായി അടുത്ത ബന്ധമുള്ള കരിപ്പൂർ SHOയെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു നടപടി. എന്തായാലും സ്വാഭാവികമായ നടപടി എന്ന് നിഷ്കളങ്കമായി പറയാനാകില്ല. ഇനിയിപ്പോ MDMA കല്ലുപ്പായി മാറുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും സംഭവത്തിൽ ഒരു അടിമുടിമായ പ്രശ്നമുണ്ട്. എന്തായാലും ആ ഡിറ്റക്ടിംഗ് ഓഫീസറെ മാറ്റുന്നതാണ് കേസിന്റെ കൃത്യമായ അന്വേഷണത്തിന് നല്ലതെന്ന് മാത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.